ഹലോ എവ്രി വൺ, എല്ലാവർക്കും മലയാളം ടാരോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 12-12 പോർട്ടലാണ്. സോ നമുക്ക് ഇന്ന് നിങ്ങളുടെ എനർജി 12-12 മെസ്സേജസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന 3 ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ 3 പൈൽസിൽ ഏതാണ് റെസനേറ്റ് ആവുന്നത് അതിലൊന്ന് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം എടുക്കാം, എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് അതെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 പൈലും വാച്ച് ചെയ്യാം. ഇത് ടൈംലെസ് മെസ്സേജ് ആയിരിക്കും. റെസനേറ്റ് ആവുന്നത് മാത്രം മെസ്സേജസ് എടുക്കുക. ഓക്കെ, അല്ലാത്തത് വിട്ട് കളഞ്ഞിരിക്കുക, ബിക്കോസ് അത് വേറെ ആർക്കെങ്കിലും മെസ്സേജ് ആയിരിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പൈൽ ചൂസ് ചെയ്യാം. സോ ഹലോ പൈൽ നമ്പർ 1, നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തത്, ഈ ബ്രേസ്ലെറ്റാണ് ചൂസ് ചെയ്തത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള കാർഡ്സാണ്. 3 of Swords, വാവ്. എനിക്കിതൊരു ക്ലിയർലി ലവ് റിലേറ്റഡ് ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചവരാണ്. ലവ് റിലേറ്റഡ് എന്തോ ഭയങ്കര അധികം ഹേർട്ട്ഫുൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്, അത് ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആഗ്രഹിച്ചൊരു ഡിവൈൻ കൗണ്ടർ പാർട്ട്, ഇറ്റ്സ് ഡിവൈൻലി ഗൈഡ് ഡിവൈൻ കൗണ്ടർ, എത്ര ഇമോഷണൽ സ്റ്റേറ്റിനായാലും അതിൽ നിന്നൊരു ബ്യൂട്ടിഫുൾ കണക്ഷൻ ഡിവൈൻ കൗണ്ടർ പാർട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഡിവൈൻ ബ്ലെസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെയിൽ ആണെങ്കിൽ ഒരു ഫീമെയിൽസ് ആണെങ്കിൽ മെയിൽ എനർജി, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇമോഷണലി നിങ്ങൾ ആഗ്രഹിച്ചൊരു ഇമോഷണലി മെച്യൂർ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ സോൾമേറ്റ് എനർജിയാണ്, ഏറ്റവും ബ്യൂട്ടിഫുൾ കപ്പിൾ എനർജിയാണ്. സോ നിങ്ങൾ ലവ് ലൈഫിൽ അധികം വിഷമിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യു ആർ ബ്ലെസ്. ഈ 12-12 എനർജിയിൽ നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത്. അത് എങ്ങനെ വേണമെങ്കിൽ ബി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ടു ദാറ്റ്. ആഫ്റ്റർ ഓൾ ദ ഹാർട്ട് ബ്രേക്സ് യു ഡിസേർവ് ദിസ്. നിങ്ങൾക്ക് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ മാറി ആ ഒരു ഷിഫ്റ്റ് കണ്ടോ, ആ ഒരു 3 of Swords നിന്ന് ആ ഒരു ഒരാൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു ഇമോഷണൽ സംഭവങ്ങൾ തരാൻ റെഡി ആയിട്ടിരിക്കുന്നത്. ബട്ട് സി ദിസ് കിങ് ഇസ് ലുക്കിംഗ് അറ്റ് ദ ക്വീൻ. ആ കിങ് റെഡി ആയിട്ടിരിക്കുകയാണ്, എല്ലാം തരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ബട്ട് ഈ ക്വീൻ എന്ന് പറയുന്നത് ഏതൊരു സ്വന്തം കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കുകയാണ്, സ്വയം കാര്യങ്ങളിലേക്ക് സ്വയം കപ്പ് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇഫ് യു ആർ പ്രാക്ടീസിങ് സെൽഫ് വർത്ത്, നിങ്ങളൊരു സെൽഫ് ലവ് ജേർണിയിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, വിഷമിച്ചിരിക്കേണ്ട. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് നിങ്ങൾക്ക് ബ്ലെസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ റെസനേറ്റ് ആവുന്നതനുസരിച്ച് എടുക്കുക. ബ്യൂട്ടിഫുൾ ബ്ലെസ്ഡ് റിലേഷൻഷിപ്സ് ആണ് എനിക്കിതിൽ വരുന്നത്. ഇത് ലവ് മെസ്സേജസ് ആണ്. സോ ഈ കറണ്ട് എനർജിയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. എന്താണ് സത്യം, എന്താണ് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്തുള്ളൊരു സ്റ്റേജ്, ഒരു സെപ്പറേഷൻ ഫേസ്, ഒരു പെയിൻഫുൾ മെമ്മറീസ്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ സെപ്പറേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു പെയിൻ, ആ ഒരു ഫേസിലാണ്. സോ കറൻ്റ്ലി നിങ്ങളൊരു 3 of Swords എനർജിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ പെയിൻ ഉള്ളൊരു സ്റ്റേജിലാണ് ഉള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ടൈം ലൈൻ അറിയേണ്ടതില്ല. ചില കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും, അത്ഭുതത്തോടെ ആയിരിക്കും, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ടൈമിലായിരിക്കും അത് നടക്കുക. സോ ആ ഒരു ഫ്ലോയിൽ വിട്ടേക്കുക. അതാണ് നിങ്ങളുടെ കരിയർ മെസ്സേജസ് ആണിത്. ബട്ട് എനിക്കിവിടെ ഫ്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലവ് റിലേറ്റഡ് ആയിട്ടാണ് എനിക്ക് ഇതൊരു കംപ്ലീറ്റ്ലി ലവ് റിലേഷൻഷിപ്പാണ്. ആ ഒരു ഫ്ലോയിൽ വിട്ടേക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ രീതിക്ക് വരണം എന്നുള്ളത് ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് അതിനൊരു സത്യം. ഡിവൈൻ കൺഫർമേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നൽകുമ്പോഴായിരിക്കും, കിട്ടുമ്പോഴായിരിക്കും അതിനൊരു കുറച്ചും കൂടെ സന്തോഷം ഉണ്ടായിരിക്കുക, അല്ലേ? സോ എനിക്കിത് കരിയർ മെസ്സേജസ് അടുത്തേന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് ലവ് മെസ്സേജസ് ആയിട്ടാണ് വരുന്നത്. ഫ്ലോ, ആ ഒരു ഫ്ലോയിൽ പോകാനാണ് പറയുന്നത്. 12-12 മെസ്സേജ്. ഇന്ന് 12-12 ആണ് നിങ്ങൾക്കുള്ള 12-12 കാർഡാണ്. സോ ആരാണെന്നുണ്ടെങ്കിൽ ഈ മെസ്സേജസ് റെസനേറ്റ് ആണ്, പോസിറ്റീവ്ലി ക്ലെയിം ചെയ്യുക. ബിക്കോസ് നിങ്ങൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച സംഭവങ്ങൾ യൂണിവേഴ്സായിട്ട് അലൈൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ലെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച എന്തൊക്കെ എഫേർട്സ്, അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും എന്തായാലും നിങ്ങൾക്ക് ഫുൾഫിൽമെൻ്റ് ആണ് വരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച സംഭവങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാൻ പോവുകയാണ്. മേ ബി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാൻ പോവുകയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇത് കരിയർ കാർഡ്സ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് കംപ്ലീറ്റ്ലി ലവ് മെസ്സേജസ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു റെക്കഗ്നിഷൻ, റിയലൈസേഷൻസ്, ആ
ആ ഒരു ബ്ലെസ്സിങ്സ്, ഫുൾഫിൽമെൻറ്റ് എല്ലാം ആ ഒരു ലെവലപ്പ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ നടക്കുന്നുണ്ട്. സോ ഡോണ്ട് വെറി, ക്ലെയിം ദിസ് ബ്യൂട്ടിഫുൾ എനർജി. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ലവ് റീഡിങ്. സോ എന്തായാലും ക്ലെയിം ചെയ്യുക. ഓക്കെ, റെസനേറ്റ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യുക. പോസിറ്റീവ് എനർജീസ് ക്ലെയിം ചെയ്യുക. നിങ്ങൾക്കറിയാം അത് നിങ്ങളുടെ റീഡിംഗ് ആണോ അല്ലയോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം. 12, 12, 11, 11 ഒക്കെ എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. ബട്ട് 12, 12 ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് ലവ് റിലേഷൻഷിപ്പ്, ഡെഫിനറ്റ്ലി ബ്യൂട്ടിഫുൾ. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. പേഴ്സണൽ ഗൈഡൻസ്, മെമ്പർഷിപ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, എൻ്റെ വാട്സപ്പ് ചാനൽ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യാം. സോ നെക്സ്റ്റ് പൈൽ, ഹായ് പൈൽ നമ്പർ 2. നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താ നോക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ കുറച്ച് നെഗറ്റീവ് പാറ്റേൺസ് ഉണ്ട്. ട്രൂ, ഡിവൈൻ കൺഫർമേഷൻ. ഒരു നെഗറ്റീവ് പാറ്റേൺസ് ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. മേ ബി സം എന്താ പറയുക, നെഗറ്റീവ് അറ്റാച്ച്മെൻറ്റ്സ് ആയിരിക്കാം. അറ്റാച്ച്മെൻറ്റ്സ് കൂടുതലും റിലേഷൻഷിപ്പ് അറ്റാച്ച്മെൻറ്റ്സ് ആയിരിക്കാം. അതിന് കുറച്ച് നെഗറ്റീവ് അറ്റാച്ച്മെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. ആൻഡ് എനിക്കിത് ഇവിടേക്ക് വെക്കാനാണ് തോന്നുന്നത്. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. സം നെഗറ്റീവ് പാറ്റേൺസ്, നെഗറ്റീവ് അറ്റാച്ച്മെൻറ്റ്സിൽ നിങ്ങൾ സ്വയം എന്താ പറയുക, സെൽഫ് വർത്ത് നഷ്ടപ്പെടുക എന്ന് പറയില്ലേ. സെൽഫ് റിയലൈസ് ചെയ്യാണ്ട് കുറേ ഭയങ്കര ടോക്സിക് അറ്റാച്ച്മെൻറ്റ്. ട്രിഗർ വാർണിംഗ്. ടോക്സിക് എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രിഗർ ആവേണ്ടതില്ല. ഇറ്റ്സ് എ ട്രിഗർ വാർണിംഗ്. ടോക്സിക് അറ്റാച്ച്മെൻറ്റ്സ്, നെഗറ്റീവ് അറ്റാച്ച്മെൻറ്റ്സ്, കാർമിക് ടൈസ്, കോഡ്സ്, അങ്ങനത്തെ കുറച്ച് പാറ്റേൺസ്, ഒരു നെഗറ്റിവിറ്റി കാണുന്നുണ്ട്. അതിപ്പോൾ റിലേഷൻഷിപ്സിലായിരിക്കാം, നിങ്ങളുടെ ലൈഫിലായിരിക്കാം. നിങ്ങൾ തന്നെ സ്വയം ലൂസ് ചെയ്യുന്ന പോലത്തുള്ള അൺഹെൽത്തി ഹാബിറ്റ്സ്, അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ്സ് കാണുന്നുണ്ട്. ആൻഡ് അത് റിലീസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അത് റിലീസ് ചെയ്ത് നിങ്ങളുടെ സെൽഫ് ലേക്ക് ഫോക്കസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും എനിക്ക് പൈൽ നമ്പർ 2 ഏതൊരു റീഡിങ്ങിൽ എടുത്തു കഴിഞ്ഞാലും പൈൽ നമ്പർ 2 എപ്പോഴും എനിക്കൊരു സെറ്റ് ഓഫ് എപ്പോഴും കിട്ടുന്ന ഒരു റീഡിംഗ് ആണ്. ലൈക്ക് എനിക്ക് സെറ്റ് ഓഫ് എപ്പോഴും ഈ ഒരു സെയിം മെസ്സേജസ് എപ്പോഴും വരാറുണ്ട്. ഞാൻ മിക്ക റീഡിങ്ങിലും പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആ ഒരു സെയിം എനർജിയാണ് ഇതിലുള്ളത്. യു നീഡ് ടു ഫോക്കസ് ഓൺ സെൽഫ് ലവ്, സെൽഫ് വർത്ത്. ഒരു അൺഹെൽത്തി ഹാബിറ്റ്സിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് ഒരു ഹെൽത്തി ഹാബിറ്റ്സ് ഇതിൽ ഫോക്കസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ വളരെയധികം ഒരു നേർച്ചറിങ് ആയിട്ടുള്ള ഒരാളാണ്, വളരെയധികം ലവിങ് പേഴ്സണാണ്, വളരെയധികം ഒരു ഗിവിങ് പേഴ്സണാണ്, ഒരു ബ്യൂട്ടിഫുൾ സോളാണ്. ബട്ട് എവിടേക്കോ ഒരു നെഗറ്റിവിറ്റി നിങ്ങളെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വിച്ച് ഇസ് സ്റ്റോപ്പിംഗ് യു ഫ്രം ബീങ് ദാറ്റ് സെൽഫ്. മനസ്സിലായോ? ചില കാര്യങ്ങൾ നമ്മൾ അൺഹെൽത്തി ആയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ആഗ്രഹിച്ചൊരു ബ്യൂട്ടിഫുൾ സെൽഫ്, ആ ഒരു പോസിറ്റീവ് സെൽഫ് എവിടേക്കോ നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നും. അത് നിങ്ങളിൽ നിന്ന് പെടാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിരിക്കും ചില സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ബി ദാറ്റ് പേഴ്സണാലിറ്റി, കം ബാക്ക് ടു ദാറ്റ് ബ്യൂട്ടിഫുൾ, ദാറ്റ് ക്വീൻ എനർജി, നേർച്ചറിങ് എനർജി. നിങ്ങൾ എങ്ങനെയായിരുന്നു ഒരു പോസിറ്റീവ് സെൽഫ്, ഒരു അബണ്ടൻറ്റ് സെൽഫ്. നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹമാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ പുറത്തേക്കായിരിക്കും മിക്കവരും തേടി പോകേണ്ടത്, പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്നാണ് മിക്കപ്പോഴും സ്നേഹം വരുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങുക, നിങ്ങളുടെ സ്റ്റെബിലിറ്റി, ആ ഒരു ഹീലിംഗ് എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ചെയ്യാൻ തുടങ്ങുക. ലൈക്ക് വാട്ടർ യുവർ ഓൺ ഗാർഡൻ. നിങ്ങൾ തന്നെ ഒരു സ്വയം പൂന്തോട്ടമാവുക എന്ന് പറയില്ലേ. ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റി ആവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഇത് കാർഡ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു ബ്യൂട്ടിഫുൾ ഫെമിനിൻ എനർജി, കൂടുതലും ഫെമിനിൻ എനർജി ആയിരിക്കും കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ കുറച്ച് മാസ്കുലിനും ഉണ്ടായിരിക്കും. ബട്ട് റെസനേറ്റ് ആരായി കഴിഞ്ഞ് കഴിഞ്ഞാലും വർക്ക് ഓൺ സെൽഫ് ലവ്. ബിക്കോസ് അതാണ് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യം. അത് ഏറ്റവും ആവശ്യം വർക്കിംഗ് ഓൺ സെൽഫ്, വർക്കിംഗ് ഓൺ യുവർ സെൽഫ്. ബിക്കോസ് നിങ്ങൾ ആ സെൽഫിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ചെല്ലാം നിങ്ങൾക്ക് അബണ്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് യുവർ മെസ്സേജ്, 12 മെസ്സേജ്. ഇനി ലവ് ഒറക്കിളിന് ലവ് മെസ്സേജസ് എന്താ നോക്കാം. സോ ആക്ച്വലി ഇവിടെ എന്താ സംഭവം, റിലേഷൻഷിപ്സിൽ നിങ്ങൾ രണ്ടുപേരും ഹേർട്ടായിട്ടുണ്ട്, വളരെയധികം ഹേർട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ട്. ആൻഡ് നിങ്ങളുടെ പാർട്ട്ണറിന് മേ ബി ആരും അവരെ വിശ്വസിക്കുന്നില്ല. അവരും നിങ്ങൾ കാരണം ഹേർട്ടായിട്ടുണ്ട്, നിങ്ങളും അവർ കാരണം ഹേർട്ടായിട്ടുണ്ട്. ബട്ട് അവരെന്താ വിചാരിക്കണേ എന്നുള്ളതൊന്നും ആർക്കും മനസ്സിലാവാത്ത പോലെ. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കൺഫർമേഷൻ കാർഡ്സ് എടുത്താലോ. ഫയൽ നമ്പർ 2 മെസ്സേജസ് ഫ്രം പാർട്ട്ണർ. എന്തുകൊണ്ടാണ്? ദേ വോണ്ട് ടു ബി ഡിഫറെൻറ്റ്. അവർക്ക് ഡിഫറെൻ്റ് ആവണം എന്നുണ്ട്. ബട്ട് സംതിങ് ഓർ എൽസ് അവർ അതിൽ നിന്ന്
അവരതിൽ നിന്ന് പിടിച്ച് മാറ്റുന്നുണ്ട്. പക്ഷെ അവർ ആലോചിക്കുന്നുണ്ട്, ഇസ് ഇറ്റ് ഓവർ, ഇത് കഴിഞ്ഞോ, ഇത് തീർന്നോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇത് മാറിയോ, നിങ്ങൾ മാറിയോ, നിങ്ങളിങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് മാറിയോ, അവർക്ക് നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുണ്ട് ഡെഫിനറ്റ്ലി. ആൻഡ് അവർ വിചാരിക്കും നിങ്ങൾ വളരെയധികം ഡിഫറെൻറ്റ് പേഴ്സൺ ആണെന്ന്. വളരെയധികം ഡിഫറെൻറ്റ് പേഴ്സൺ, ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റിയാണ്. അവർക്ക് നിങ്ങളോട് സത്യം പറയാൻ പറ്റുന്നില്ല. ആൻഡ് ദേ ആർ ആസ്കിങ് യു ടു, അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. ബട്ട് എന്താണ് നിങ്ങളുടെ ഹാർട്ടിന് ബെസ്റ്റ്, അവരത് ചെയ്യാനാണ് പറയുന്നത്. ഇത് കുറച്ച് പേർക്ക് മാത്രമേ റെസനേറ്റ് ആവുള്ളൂ. റെസനേറ്റ് ആവുന്നതനുസരിച്ച് എടുക്കുക. ഓക്കെ, പേഴ്സണൽ സെഷൻ അല്ല, പേഴ്സണൽ റീഡിംഗ് അല്ല. സോ ഇവിടെ എല്ലാം പറയാനുള്ളത്, നിങ്ങൾ ആഗ്രഹിച്ച എന്ത് കാര്യമാണെങ്കിലും വരും, ബട്ട് വർക്ക് ഓൺ യുവർ സെൽഫ്. ഇപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യേണ്ട ടൈമാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് വരും, വന്നിരിക്കും, ഡെഫിനറ്റ്ലി വരും. ബട്ട് വർക്ക് ഓൺ യുവർ സെൽഫ് ഇൻ ദ മീൻ ടൈം. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള കരിയർ മെസ്സേജസ് എന്താ? ഡെസ്റ്റിനി, നിങ്ങൾ നിങ്ങളുടെ സോൾ കരിയറായിട്ട് അലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംതിങ് ബിഗ് ഇസ് കോളിങ്. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെയ്യണം എന്ന് കുറേ കാലങ്ങളായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അതിന് കോൺഫിഡൻസ് ഉണ്ടാക്കുക. കോൺഫിഡൻസ് ഇഷ്യൂ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ കോൺഫിഡൻ്റ് ആവുക. 111 222 കൂടുതൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഓൾറെഡി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് സെൽഫ് വർത്ത് ഇഷ്യൂസ് ഉണ്ട്, സെൽഫ് കോൺഫിഡൻസ് എവിടെയൊക്കെ ലൂസായിട്ടുണ്ട്. സോ ആ ഒരു ടൈം പീരീഡ് നിങ്ങൾക്കുള്ള സെൽഫ് കോൺഫിഡൻസ്, ആ ഒരു സെൽഫ് വർത്ത് ബിൽഡ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ബിക്കോസ് യു നീഡ് കോൺഫിഡൻസ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് എന്തായാലും വേണം. നമുക്കൊരു ലൈഫിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ ഫോക്കസ് വേണം. സോ എന്തൊക്കെയാണോ ഡിസ്ട്രാക്ഷൻസ് അതൊക്കെ എലിമിനേറ്റ് ചെയ്യുക. ആ നെഗറ്റീവ് അറ്റാച്ച്മെൻറ്റ്സ് എന്തൊക്കെയാണോ, നെഗറ്റീവ് സംഭവങ്ങൾ എന്താണോ അത് എലിമിനേറ്റ് ചെയ്യുക. ഫോക്കസ് ഓൺ യുവർ ക്ലാരിറ്റി, ബിക്കോസ് അതാണ് നിങ്ങളുടെ സൂപ്പർ പവർ. എവറി വൺ ഹാസ് എ സൂപ്പർ പവർ. സോ നിങ്ങളുടെ സൂപ്പർ പവർ ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണം, ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ സംഭവങ്ങളും വരും, ബട്ട് നിങ്ങൾ തന്നെ ഒരു അൺഹെൽത്തി അറ്റാച്ച്മെൻ്റ് ആണ്, സെൽഫ് വർത്ത് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലൈഫിലേക്ക് വരാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആഗ്രഹിച്ച സംഭവങ്ങൾ, ബ്ലെസ്സിങ് നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ ആ ബ്ലെസ്സിങ്ങിനനുസരിച്ച് നമ്മൾ അലൈൻ ആവണം, അല്ലേ? നമ്മൾ ലോ വൈബ്രേഷനിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു ഹയർ വൈബ്രേഷനിലുള്ള ബ്ലെസ്സിങ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സോ ബി ദാറ്റ് ഹയർ സെൽഫ്, ബി ദാറ്റ് ഹയർ വൈബ്രേഷൻ. എന്തൊക്കെയാണോ, സെൽഫ് ലവ് ഇസ് ദ കീ. സെൽഫ് ലവ് ഇസ് ഡെഫിനറ്റ്ലി ദ കീ. ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ കീ. സോ സെൽഫ് ലവിൽ നിന്നാണ് എല്ലാം നമുക്ക് ഉണ്ടാവുക. അതിൻ്റെ അർത്ഥം ഒരിക്കലും അത് കുറഞ്ഞു, ഇല്ലാണ്ടായി പോയി എന്നല്ല. ബട്ട് സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ് ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ ആഗ്രഹിച്ചൊരു സംഭവങ്ങൾ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ലവ് അവർ സെൽസ് ടു. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. പവർഫുൾ. പ്രാക്ടീസ് സെൽഫ് ലവ്. ഡെഫിനറ്റ്ലി എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി അത് പ്രാക്ടീസ് ചെയ്യുക. സോ പേഴ്സണൽ സെഷൻസ്, പേഴ്സണൽ ഗൈഡൻസ്, മെമ്പർഷിപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കസ്റ്റം സപ്ലിമെൻറ്റ്സ് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. സോൾ കോളിംഗ്, ലിസൺ ടു യുവർ സോൾ കോളിംഗ്. ഇനി പൈൽ നമ്പർ 3. നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം. 3 പൈലും ബ്യൂട്ടിഫുൾ എനർജീസാണ്. ഓരോ മെസ്സേജസ് ഉണ്ട് അതിൽ, അത്രേ ഉള്ളൂ. ഈ പൈലിൽ കുറച്ചും കൂടെ കൂടുതൽ കാർഡ്സ് വന്നിട്ടുണ്ട്, വിച്ച് ഇസ് അൺഎക്സ്പെക്റ്റഡ്, ബ്യൂട്ടിഫുൾ. സോ ഈ കാർഡ്സിൻ്റെ ഇത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് പോകുന്നതെന്ന്. 1 2 3 4. എന്തുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ വരുന്ന എന്തെങ്കിലും ഒരു കാര്യം പോയി എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു, കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നുള്ളൊരു ഫേസിൽ ഇരിക്കാണ്ടിരിക്കുക. എന്തൊക്കെയോ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് അറിയുന്നില്ല നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്നുള്ളത്. ബിക്കോസ് നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. എന്ത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും എനിക്കിതാണ് വേണ്ടത് മേ ബി. ബട്ട് യൂണിവേഴ്സിന് അറിയാം അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കില്ല, അത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കില്ല. നിങ്ങളുടെ ലൈഫിൽ വന്നാൽ നിങ്ങൾക്ക് ഭയങ്കര നല്ലതായിരിക്കില്ല എന്ന് യൂണിവേഴ്സിന് അറിയുന്നത് കൊണ്ടാണ് അത് എടുത്ത് കളയുന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങളൊരു ഗിൽട്ട്, റിഗ്രറ്റ് ചെയ്യുക, അത് പോയി എന്ന് കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുക, എല്ലാം കഴിഞ്ഞു എന്ന് തീർന്നിരിക്കുക. മേ ബി നിങ്ങൾ അവിടെ നിന്ന് കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടേക്കുള്ള സൊല്യൂഷൻ കിട്ടും. പക്ഷെ നിങ്ങൾ പോയ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നു. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്, അങ്ങനെ നിങ്ങൾ കുറച്ചും കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കൊരു സൊല്യൂഷൻ അവിടെ ഉണ്ട്.
ബട്ട് നിങ്ങൾ പോയതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി കഴിഞ്ഞു, എനിക്കിനി വയ്യ. യൂണിവേഴ്സ് പറയുന്നത് ആ സ്ലീവൊക്കെ മടക്കി എഴുന്നേക്കാൻ നോക്ക്. എന്തൊക്കെയാണോ പോയത്, ഇങ്ങനെ കിടന്ന് എല്ലാം കഴിഞ്ഞു എന്ന് പറയേണ്ട, ആ സ്ലീവൊക്കെ മടക്കി ധൈര്യത്തിൽ നീക്കാൻ നോക്ക്. ബിക്കോസ് നിനക്ക് ആഗ്രഹിച്ചത് എന്താണോ അത് അവിടെ തന്നെ ഉണ്ട്, അതെവിടെയും പോയിട്ടൊന്നുമില്ല. ബട്ട് യു ഷുഡ് ഹീൽ. എന്തൊക്കെയാണോ ലൈഫിൽ ബുദ്ധിമുട്ടുള്ളത്, നിങ്ങളത് ഹീൽ ചെയ്തേ പറ്റൂ. റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കുക. ഉറങ്ങുകയാണെങ്കിൽ എങ്ങനെയാണോ ഹീലിംഗ്, ഏത് വഴിക്ക് വേണമെങ്കിലും ആവാം. ഹീലിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ആവാം. അതിപ്പോൾ ചമ്പരം പടിഞ്ഞിരിക്കാറില്ല. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു റൂമിൽ ചമ്പരം പടിഞ്ഞിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണതല്ല ഹീലിംഗ്. ഹീലിംഗ് എന്ന് പറയുന്നത് മേ ബി ഒരു പാട്ട് കേൾക്കുന്നതാവാം, നിങ്ങൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചെയ്യുന്നതാവാം, ആ ഗിവ് അപ്പ് ചെയ്യാത്തതായിരിക്കാം. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ന്യൂ ബിഗിനിങ്സ് വരുന്നുണ്ട്. യു ഷുഡ് ഹീൽ. ബട്ട് നിങ്ങൾ ആ പഴയ സംഭവങ്ങളിൽ നിന്ന് എന്താണോ അതൊക്കെ ഹീൽ ചെയ്യാൻ ശ്രമിക്കണം. നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് പറഞ്ഞിരിക്കാണ്ട് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് നിങ്ങൾ ആഗ്രഹിച്ച ഏറ്റവും ബ്യൂട്ടിഫുൾ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്, ഹാപ്പി ഫാമിലി, അബണ്ടൻറ്റ് ഫാമിലി, അതൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ബട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ചില കാര്യങ്ങൾ അത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് എന്നുള്ളത്. ബട്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. റിഗ്രറ്റിലിരിക്കുകയാണ്, ഗിൽട്ട് ഇരിക്കുകയാണ്. സോ ഈ ഫേസിൽ ഇരിക്കാണ്ട് വേഗം മടക്കി എണീക്കാൻ നോക്ക്. ആൻഡ് ബിക്കോസ് ഇത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ക്ലെയിം ദിസ് 10 ഓഫ് കപ്സ് എനർജി, ബ്യൂട്ടിഫുൾ എനർജിയാണ്. ക്ലെയിം ചെയ്യുക. നിങ്ങളത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇനിയും കെടുക്കാണ്ട് വേക്കപ്പ്, ഹീൽ, ടേക്ക് റെസ്റ്റ്, ബട്ട് വേക്കപ്പ്. ബിക്കോസ് ഡോണ്ട് വറി, ഇത് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ഒന്നും പോയിട്ടില്ല, അവിടെ ഉണ്ട്. ബട്ട് നിങ്ങൾക്കത് കാണുന്നില്ല, അത്രയേ ഉള്ളൂ. ലവ് മെസ്സേജസ് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ എന്താണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഹേർട്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളൊരു നല്ലൊരു പേഴ്സൺ ആയിരുന്നു, നിങ്ങൾ വളരെയധികം കൈൻഡ് ആയിരുന്നു. അവർ ഭയങ്കര അധികം നിങ്ങളിൽ ഒബ്സസ്ഡ് ആണ്. ആൻഡ് അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്ത ഒരു വേ റോങ് ആയിരുന്നു എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അവർക്കത് റോങ് ആയിരുന്നു അവർക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ദേ ആർ ഇൻ ലവ് വിത്ത് യു. റിലേഷൻഷിപ്സിലൊന്നും കുഴപ്പമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിൽ എന്തൊക്കെയോ ചെറിയൊക്കെ ഇഷ്യൂസ് കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത് ഓക്കെ ആയിരിക്കും. അവർ റിയലി ലവിങ് ആണ്. ആൻഡ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ റീഡിംഗ് ആണോ അല്ലയോ. ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം എപ്പോഴും എല്ലാ മെസ്സേജസും എല്ലാവരും ക്ലെയിം ചെയ്യും. ബട്ട് ചിലവർക്ക് ഉള്ളതായിരിക്കില്ല. സോ നിങ്ങൾക്കറിയാം ഇഫ് ഇറ്റ്സ് ഫോർ യു. ചെറിയ ഇഷ്യൂസാണ്, ചെറിയ ഇതൊക്കെയാണ്. മേ ബി നിങ്ങളുടെ അപ്പുറത്തെ പാർട്ട്ണറാണ് കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ വെക്കണേ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇനി കരിയറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റീഡയറക്ഷൻ ഉണ്ട്. സോ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തോ പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. ഒരു ക്ലോസ്ഡ് ഡോർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. എങ്ങനെയോ മെസ്സേജസ് അലൈൻ ആവുന്നതെന്ന് കണ്ടോ. ഒരു ക്ലോസ്ഡ് ഡോർ, എന്തോ നിങ്ങളെ ഡോർ ക്ലോസ് ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങളെ സംഭവം പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അതൊരു മിസ്അലൈൻഡ് പാത്തായിരുന്നു അത്. സോ എപ്പോഴും ഒരു കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പനിഷ്മെൻ്റ് അല്ല, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുക. സോ അത് റിഫ്ലക്റ്റ് ചെയ്ത് റീഡയറക്റ്റ് ചെയ്യാനുള്ള ടൈമായി. ഞാൻ പറഞ്ഞില്ലേ, എഴുന്നേൽക്കൂ, സ്ലീവൊക്കെ മടക്കി എഴുന്നേൽക്കാൻ നോക്ക്. എക്സാക്ട് കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് കരിയർ മെസ്സേജസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിലുള്ള മെസ്സേജസ് ആയിട്ടിരിക്കുക. എന്തൊക്കെയാണോ പോയത് അത് റിഫ്ലക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പാത്ത് റീഡയറക്റ്റ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ട്രസ്റ്റ് യൂണിവേഴ്സ്. ഹൗ ദ ബ്യൂട്ടിഫുൾ കാർഡ്സ് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ട്. ട്രസ്റ്റ് യൂണിവേഴ്സ്. ആ പ്രോസസ്സ് എന്താണോ കരിയർ, എന്താണോ സംഭവം, അത് ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പേർപ്പസ് ഉണ്ട്. നിങ്ങൾക്കൊരു നമ്മളെല്ലാവരും ഒരു സോൾ മിഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവരുടെ ഒരു പേർപ്പസ് ഉണ്ട്. സോ ഇത് എന്തെങ്കിലും ഒരു പേർപ്പസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങളുടെ പേർപ്പസ് തേടി പോയി. ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് കുറച്ചും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. നിങ്ങൾ പോയതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ദ സറൗണ്ടിങ്. മേ ബി നിങ്ങൾ കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ കിട്ടും. അല്ലെങ്കിൽ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലാവും. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യായിരുന്നു എന്ന് മനസ്സിലാവും. ഈ പോയതൊന്നും നിങ്ങൾക്കുള്ളതായിരിക്കില്ല, അത് മിസ് അലൈൻഡ് പാത്തായിരിക്കും. സോ ഡെഫിനറ്റ്ലി ബിഗിനിങ് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഒന്ന് നോക്കുക. റീഡയറക്റ്റ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ടൈം ഫോർ യുവർ ബ്ലെസ്സിങ്. റീഡയറക്റ്റ് ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്യുക. ഇറ്റ്സ് ടൈം ഫോർ യുവർ ബ്ലെസ്സിങ്. ഇറ്റ്സ് ടൈം ഫോർ യുവർ പേർപ്പസ്. ട്രസ്റ്റ് യൂണിവേഴ്സ്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ റീഡിങ്. റെസനേറ്റ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് കമൻറ്റ്സ് ഇടുക, ക്ലെയിം ചെയ്യുക. ആൻഡ് എല്ലാവർക്കും ബ്ലെസ്സിങ്സ്. പേഴ്സണൽ സെഷൻ ഗൈഡൻസ്, കസ്റ്റം സപ്ലിമെൻറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. റിച്വൽസ്, മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ടിൽ ദെൻ സ്റ്റേ ബ്ലെസ്ഡ് എവരിവൺ. ബൈ.